ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ആ വീഡിയോസ് കണ്ട കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഈ ഇമേജസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, അതുപോലെ ഇതെങ്ങനെയാണ് വരക്കുന്നതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. ഈ കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇമേജസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കണം. സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് പിൻട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻട്രസ്റ്റിൻ്റെ ഐക്കൺ അവിടെ വരുന്നത് കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഹോം പേജിൽ പോയി നോക്കുമ്പോൾ അവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് പിൻട്രസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു ഹോം പേജ് വന്നത്. അതല്ല, നിങ്ങളിത് ഫസ്റ്റ് ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ നമ്പറായിട്ട് കണക്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അഗ്രി ചെയ്യാനൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഹോം ബാറിലെ സെർച്ച് ഐക്കണിൽ പോയിട്ട് നമുക്ക് കവായ് സ്റ്റിക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലിഷ്ടമുള്ളത് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ 3 ഡോട്ട്സ് കാണുന്നില്ല, അതിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷന് സെലക്ട് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. അപ്പോൾ സേവ് യുവർ ഗാലറി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനുള്ള ഇമേജസ് ഒക്കെ കിട്ടി. ഇനി അത് വരച്ചെടുക്കണം. നോക്കി വരക്കാൻ അറിയുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പക്ഷെ വരക്കാൻ അറിയാത്തവരുണ്ട്, അവർക്ക് പറ്റിയ ആപ്പാണ് പേപ്പർ കോപ്പി ആപ്പ്. ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ആപ്പ് സ്റ്റോറിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക, പേപ്പർ കോപ്പിന്ന് സെർച്ച് ബാറിൽ അടിക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ആ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഹോം പേജിൽ കാണാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ആപ്പ് ഓപ്പൺ ആക്കി യൂസ് ചെയ്തതുകൊണ്ടാണ് തുറന്നപ്പോൾ തന്നെ ഇങ്ങനെ ഫോട്ടോസ് കാണാൻ പറ്റിയത്. ഇനി നിങ്ങൾ ഫസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ടാവും, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള. അതൊക്കെ സ്കിപ്പ് അടിച്ച് പോകണം. അതിന് ശേഷം ഫോട്ടോസ് അലൗഡ് എന്നുണ്ടാവും. അതിൽ ഓൾ ഫോട്ടോസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മളെ ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഫോട്ടോസ് കോപ്പി ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഏത് ഇമേജ് ആണോ സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ താഴെ കാണാം. റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് റൈറ്റ്, അതായത് ഫ്ലിപ്റ്റ് വെർട്ടിക്കലി, ഫ്ലിപ്റ്റ് ഹൊറിസോണലി. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനോ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി സൂം ചെയ്യാനുള്ള, നമുക്ക് നമ്മളെ സൈസിനനുസരിച്ച് സൂം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾ സൈസോ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പഴയതുപോലെ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനിയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഓപ്ഷന്, നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനും അതാണ് പിക്ചർ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷന്. നമ്മുടെ ഫോണിൻ്റെ വോളിയം കുറക്കണ ബട്ടണില്ലേ, അതൊന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ ഇതുപോലെ റെഡ് ലൈറ്റ് വന്നാൽ നമ്മുടെ പിക്ചർ അവിടെ ലോക്ക് ആവും, പിന്നെ ഒന്നും അനങ്ങില്ല, എന്ത് ചെയ്താലും അനങ്ങില്ല. അതുപോലെ തന്നെ അത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് വരും, അപ്പോൾ നമ്മളെ ഫോട്ടോ പഴയതുപോലെ ആവും. അതുപോലത്തെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ലോക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതുപോലെ പിക്ചർ ഒന്ന് ലോക്ക് ചെയ്തിടാൻ പറ്റും. ഇനി നമുക്കൊരു വൈറ്റ് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിക്ചർ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് വേണം ട്രേസ് ചെയ്യാൻ. ലൈറ്റ് ഓഫ് ആക്കാതെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും, പക്ഷെ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ സെലക്ട് ചെയ്ത പിക്ചറൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പെൻസിൽ കൊണ്ടാണ് വരച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഔട്ട്ലൈനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ വരച്ച് കൊടുക്കുക, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പെൻസിലാണ് ഫസ്റ്റ് യൂസ് ചെയ്തത്. ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ജെൽ പെൻ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ബ്ലാക്ക് ജെൽ പെന്നില്ല, ബ്ലൂ ജെൽ പെന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ പെന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് മുകളിലൂടെ ബ്ലാക്ക് ഇങ്ക് കൊണ്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പെൻസിലിൻ്റെ ചെറിയ ബാലൻസ് ഭാഗങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എറൈസർ എടുത്തിട്ടൊന്ന് എറൈസ് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾ ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എറൈസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം.
മഷിയൊക്കെ ഇളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എറേസ് ചെയ്ത് മാറ്റാൻ. കളർ ചെയ്യണ്ട. നമ്മൾ ഏത് പിക്ചറാണോ ട്രേസ് ചെയ്തത് ആ സെയിം പിക്ചർ എടുത്തിട്ട് അതിൽ നോക്കിയിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് ഏറ്റവും നല്ലത് പെൻസിൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ സ്റ്റിക്കേഴ്സ് കാണാൻ ഒന്നും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഇതുപോലെ 2-3 ടൈപ്പ് പിക്ചേഴ്സ് ട്രേസ് ചെയ്ത് കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കളർ ചെയ്യാൻ സുഖമാണ്. നമുക്ക് 1-2 കളർ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് കറക്റ്റിലൊന്ന് വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം ഒന്ന് വെട്ടിയെടുക്കാൻ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ബട്ടർ പേപ്പറാണ് വേണ്ടത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പേടിക്കണ്ട. ഇതുപോലത്തെ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള കവറായാലും മതി. ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ വീതിയുള്ള ഒരു സെല്ലോ ടോപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. വീതി കുറഞ്ഞ സെല്ലോ ടോപ്പ് ആയാലും പ്രശ്നമൊന്നുമില്ല, അതെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്തിൽ വേണ്ടത് അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സ്റ്റിക്കേഴ്സും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ സെല്ലോ ടോപ്പ് എടുത്തിട്ട് ഈ സ്റ്റിക്കർ വെച്ചതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ വീഡിയോയിൽ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഈ പിക്ചർ മാത്രം ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പിക്ചേഴ്സ് ഒന്നും ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ്. ഇതുപോലെ കവർ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കേഴ്സായിട്ടൊന്ന് വെട്ടിയെടുക്കണം. സ്റ്റിക്കർ വെട്ടിയെടുക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ പിക്ചർ വെട്ടിയെടുത്തപ്പോൾ കുറച്ച് വൈറ്റ് ഭാഗം വിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മൾ സെല്ലോ ടോപ്പ് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഈ സെല്ലോ ടോപ്പ് ഒന്ന് കുറച്ച് കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാരണം നമ്മൾ ലാസ്റ്റ് ഈ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഈ സെല്ലോ ടോപ്പുമ്മലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കേണ്ടത്. ഇപ്പം ഞാൻ വെട്ടിയെടുത്ത പോലെ ഒന്ന് വെട്ടിയെടുത്താൽ മതി. ഇനി അത് പീൽ ചെയ്തിട്ട് ഒട്ടിക്കുന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നോർമൽ സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരക്കാൻ അറിയാത്തവരൊന്നും വിഷമിക്കേണ്ട, നമുക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്പൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.